പാലക്കാട് മെഡിക്കൽ കോളേജിൽ സമരം തുടരുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻ വിദ്യാർത്ഥികളുടെ സമരം ഇന്നും തുടരുന്നു. കോളേജിന് മുന്നിലുള്ള റോഡിൽ കുത്തിയിരുന്നാണ് സമരം നടത്തുന്നത്. ഇന്നും ഡയറക്ടറെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലും വിദ്യാർത്ഥികൾ സമരം നടത്തുന്നുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ പഠനാവശ്യങ്ങൾക്കായ എല്ലാവിധ സംവിധാനങ്ങളും ഉറപ്പുവരുത്തിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നതാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ഇന്ന് വൈകിട്ടോടെ മന്ത്രി കെ രാധാകൃഷ്ണനുമായി ചർച്ച നടത്തുമെന്ന് ഡയറക്ടറും പറഞ്ഞു. ഞങ്ങളുടെ മെയിൻ ആവശ്യം, ഞങ്ങളിതിലിപ്പോൾ ഒരു ആവശ്യമായിട്ട് പറയുന്നത് ഞങ്ങൾക്കിവിടെ പെർമനൻ്റ് ആയിട്ടൊരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിക്കണം. അതായത് ഇപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പോലും പെർമനൻ്റ് ആയിട്ടുള്ളതല്ല, കോൺട്രാക്ട് ബേസിസിൽ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഫാക്കൽറ്റി ഷോർട്ടേജ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അധ്യാപകർക്ക് അവർക്ക് മറ്റുള്ള കോളേജിൽ നിന്നും ഡെപ്യൂട്ടേഷനും മറ്റും വഴിയാണ് ഇവിടെ അധ്യാപകരെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഒരു താല്പര്യം അനുസരിച്ച് വരുള്ളൂ. PSC പോലുള്ള ഒരു പെർമനൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ഇല്ലാത്തടത്തോളം കാലം ഇവിടുത്തെ ഫാക്കൽറ്റി ഷോർട്ടേജ് മാറാൻ പോകുന്നില്ല. ഫാക്കൽറ്റി ഷോർട്ടേജ് ഇല്ലാത്തടത്തോളം കാലം മര്യാദയ്ക്ക് ഒരു ഹോസ്പിറ്റലിനെ റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഒരു കാഷ്വാലിറ്റി ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ഓടിക്കണമെങ്കിൽ അതിൻ്റേതായ ഫെസിലിറ്റീസും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആൾക്കാരും വേണം. അത് സ്റ്റാഫ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും. ഇപ്പോൾ നിലവിൽ സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു 23 പേര് വേണ്ട സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ ആകെ 8 പേരേ ഉള്ളൂ. ഈ 8 പേരിൽ തന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ തുടങ്ങിയില്ല വലിയ ലെവലിലേക്കുള്ള ക്വാളിഫിക്കേഷനുള്ള പ്രൊഫസേഴ്സൊന്നും ഇവിടെ ഇല്ല. അതില്ലാത്തത് ഒരു മെഡിക്കൽ കോളേജ് ഓടിച്ചുകൊണ്ട് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. മാത്രമല്ല ഇപ്പം 10 വർഷമായി കോളേജ് തുടങ്ങിയിട്ട്. കഴിഞ്ഞ തവണ ഇവിടെ IP തുടങ്ങിയെന്ന് പറഞ്ഞത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇവിടെ ഇതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ അറിയാം, കുറേ ബെഡുകൾ അടങ്ങുന്ന ഒരു വാർഡ് അല്ലാതെ ഒരു പേഷ്യൻ്റ് പോലും ഇവിടെ ഇല്ല. പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല. സ്റ്റിൽ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക്സ് നടന്നിട്ടില്ല. ഡ്രെയിനേജും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കാതെ എങ്ങനെ ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ തുടങ്ങാൻ പറ്റും? അപ്പോൾ ഇതിൻ്റെ പണികൾ ആരൊക്കെയാണ് മനഃപൂർവ്വം സംഭിപ്പിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അതിനെതിരെ ഒരു നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ തളർത്തിയിടുന്നത്? അതും ചിലപ്പോൾ ആകാം. ഇവിടെ തൃശ്ശൂരായാലും പാലക്കാടായാലും പല സ്വകാര്യ ആശുപത്രികളുണ്ട്. ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു ഒരു വിനയായി വരാമെന്ന് വിചാരിച്ചിട്ടുമാകാം. കാരണം അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ സൈഡിൽ കിടക്കുന്ന എല്ലാവരും കാണുന്ന ഒരു മെഡിക്കൽ കോളേജിനോട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവഗണന കാണിക്കുന്നത്? അതും SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു നല്ലൊരു ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു മെഡിക്കൽ കോളേജിനോട് ഇങ്ങനെ അവഗണന കാണിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത്രയും ഓരോ വർഷവും 100 കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ ഈ കോളേജ്? അങ്ങനെയാക്കി മാറ്റാൻ തീർക്കുന്നതായി തോന്നുന്നുണ്ട് പലപ്പോഴും പലരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2024 പുതിയ ബാച്ച് വീണ്ടും ഇവിടെ വരും. അപ്പോഴും ഈ 100 കുട്ടികളും വരുന്നത് ഈ ഒരു ഫെസിലിറ്റീസും ഇല്ലാത്ത ഈ കോളേജിലോട്ടാണ്. അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ നഴ്സിംഗ് കോളേജ് സ്ഥാപിച്ചു. ഈ ഓൾറെഡി സ്ഥലമില്ലാത്ത സ്ഥലത്ത് DMEയുടെ കീഴിലുള്ള നഴ്സിംഗ് കോളേജിൽ കൂടെ കൊണ്ടുവന്നപ്പോൾ ഉള്ള സൗകര്യങ്ങളും കൂടെ അവിടെ കുറയുക ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളിത് കളക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ മാഡം ഇന്ന് വന്ന് നമ്മളെ ഇവിടെ ഫാക്കൽറ്റീസിനെയും ഡയറക്ടറിനെയൊക്കെ വെച്ചൊരു മീറ്റിംഗ് നടത്താമെന്നാണ് പറഞ്ഞത്. അതിന് എനിക്ക് പ്രതീക്ഷയുണ്ട്.
ആവശ്യത്തിന് അധ്യാപകരില്ല. IT OT കാഷ്വാലിറ്റി പേരിന് മാത്രം ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അതിനകത്ത് സജ്ജീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവിടെ കോളേജ് പ്രവർത്തന സജ്ജമാക്കാനുള്ളത് വളരെ ബുദ്ധിമുട്ടുകളാണ്. കൃത്യമായി അധ്യാപകരില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഠനം വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ 5 years ആണ്. 5 years ആയിട്ട് പോലും